ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാടിന് സഹായ പ്രവാഹം. അത്തോളിയിലെ 3 അംഗം കുടുംബം സ്വന്തം സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധ അറിയിച്ച് രംഗത്തെത്തിയതും ഉറവറ്റാത്ത കരുതലായി. ഉരുൾ കവർന്നെടുത്ത വയനാട്ടുകാർക്ക് ഉറവറ്റാത്ത സഹായങ്ങൾ വന്നെത്തുമ്പോഴും തങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയിൽ നിന്നുമാണ് അത്തോളി കൊങ്ങന്നൂർ പുളിശ്ശേരിക്കണ്ടി രാധയും സഹോദരി സുശീലയും മകൻ ശ്യാംജിത്തും തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി പകുത്തു നൽകാമെന്ന തീരുമാനത്തിൽ എത്തുന്നത്. അന്നപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വേജാറായി. ഓരോരോ ആൾക്കാരെയും ധനമൊക്കെ നഷ്ടപ്പെട്ട്, ആളും നഷ്ടപ്പെട്ട്, ധനവും നഷ്ടപ്പെട്ട്, എല്ലാം പോയി. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഒരു സങ്കടം. അങ്ങനെ ഞങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. വിറ്റ് പൈസ ആണെങ്കിലും അല്ല വീടെടുക്കുകയാണെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ കൊടുക്കാൻ വെച്ചതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വന്തം വീടിനോട് ചേർന്ന 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയാണ് ഈ 3 അംഗ കുടുംബം വാർത്തകളിൽ ഇടം നേടുന്നത്. ടെലിവിഷനുകളിലും പത്രങ്ങളിലും ആളുകളുടെ ചർച്ചയിൽ പോലും മുണ്ടക്കൈയും ചൂരൽമലയും നിറഞ്ഞു നിൽക്കുകയാണ്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ജീവിത സമ്പാദ്യം പോലും ഇല്ലാതായവർ, ഇനി എന്തു ചെയ്യുമെന്ന നിസ്സഹായാവസ്ഥയിൽ എത്തി നിൽക്കുന്നവർ, അവരെ ചേർത്ത് പിടിക്കാൻ തങ്ങളാലാവും വിധം എന്തെങ്കിലും ചെയ്യണമെന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇവർ പറയുന്നു. ഒടുവിൽ മനസ്സിലെ ആഗ്രഹം അത്തോളി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ PK ജുനൈസിനെ അറിയിച്ചു. ജുനൈസ് ഉടൻ തന്നെ വിവരം സ്ഥലം MLAക്കും കലക്ടർക്കും കൈമാറി. നമുക്കറിയാം, നമ്മുടെ നാടിനകത്ത് വളരെ ബുദ്ധിമുട്ടി ഇവരെ മകന് ബസ് ഡ്രൈവറാണ്. അയാളുടെ ഒരു വരുമാനത്തിൻ്റെ മുകളിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. ഏറ്റവും വലിയ നന്മ തന്നെയാണ് നമ്മുടെ നാട്ടിൽ, ഏറ്റവും വലിയ മാതൃക തന്നെയായിരിക്കുകയാണ് ഈ കുടുംബം. കാരണം അവർക്കുള്ള സ്വത്തിൽ നിന്നും 5 സെൻറ്റ് സ്ഥലം ഈ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന രോഗികളായ കുടുംബം, കിട്ടുന്ന പെൻഷൻ, അതുപോലെ ഏച്ചിക്കുള്ള തൊഴിലുറപ്പ് ജോലിയും മാത്രം വരുമാനമായിട്ടുള്ള കുടുംബം ഇങ്ങനെ നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു ഈ നാട്ടിലെ വാർഡ് മെമ്പർ എന്ന നിലക്ക്. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് സുശീല. ജ്യേഷ്ഠത്തി രാധ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ചികിത്സയിലാണ്. രാധയുടെ മകൻ ശ്യാംകുമാർ സ്വകാര്യ ബസ് തൊഴിലാളിയാണ്. ഒരു ദിവസം തള്ളി നീക്കാൻ ഈ കുടുംബം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കിടയിലാണ് ഒരു വട്ടം പോലും കാണാത്ത ദുരന്ത ഭൂമിയിൽ നിന്നും രക്ഷ തേടുന്നവർക്ക് തണലൊരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, അത്തോളി.